പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്ന അടിപൊളി ഒരു മൈക്രോഫോണാണ്, വയർലെസ് മൈക്രോഫോണാണ്. സ്ട്രോങ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡിയോട് കൂടിയുള്ള ഒരു മൈക്രോഫോണാണ്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ? അതായത് ഇത് കണ്ടില്ലേ ഇവിടെ, അതായത് നമ്മുടെ പവർ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് 3 സ്റ്റെപ്പ് നോയ്സ് റിഡക്ഷനോട് കൂടിയ മൈക്രോഫോണാണിത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് കമ്പനിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രനാരോ S13 Pro എന്ന് പറയുന്ന മോഡലാണിത്. S13 Pro. ഓക്കെ, ഗ്രനാരോയുടെയാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് അടിപൊളി മൈക്രോഫോണാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇത് ആദ്യം തന്നെ ഇതിവിടെ ബോക്സ് കാണുന്നുണ്ട്, ഇത് ഇതിന്റെ കവർ ബോക്സ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ മൈക്രോഫോൺ വരുന്ന കേസ്. ഓക്കെ, അത് കേസ് നമുക്ക് അത് സ്വല്പം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കേസ് തുറക്കാം. അതിന് മുന്നായിട്ട് ഇതിന്റെ കൂടെ വന്നിട്ടുള്ള ഈ കേബിൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഈ കേബിളിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ഒരു ചാർജിംഗ് പോർട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇതും, അതായത് നമ്മുടെ ഈ കേസൊക്കെ പന്നലായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട്, ഈ മൈക്രോഫോൺ ചാർജ് ചെയ്യാനായിട്ട് ഈ ഒറ്റ ഒരു കേബിളിൽ തന്നെ ഒരേ ടൈമിൽ തന്നെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതേമാതിരിയുള്ള ഒരു കേബിളാണിത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ കേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണക്ക് ഒരു റിസീവറും 2 മൈക്രോഫോണുമാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ കണക്ട് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഇത് നമ്മുടെ മൊബൈൽ തന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യണം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് OTG എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ OTG കണക്ക് നമ്മുടെ മുന്നിൽ കണക്ക് OTG എന്ന് കാണാം. ഇത് നമ്മൾ കണക്ക് എനേബിൾ ചെയ്ത് കൊടുക്കണം, ഓൺ ചെയ്ത് വിടണം. ഓക്കെ, ഈ ഓൺ ചെയ്തതിന് ശേഷം അതിന് ശേഷമായിരിക്കണം നമ്മളിങ്ങനെ കണക്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മളിങ്ങനെ റിസീവർ എടുത്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്ക് ഇതിൽ റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഈ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇങ്ങനെ നമ്മുടെ മൈക്രോഫോൺ എടുത്തിട്ട് നമ്മൾ പവർ ഓൺ ചെയ്യാം. ഇതാണ് പവർ ബട്ടൺ എന്ന് പറയുന്നത്, ഈ സൈഡിലായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ പവർ ബട്ടണിൽ നമ്മളിങ്ങനെ ഓൺ ചെയ്ത് കഴിയുന്ന ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ റിസീവർ നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്തത് കാരണമാണ് ഇത് ഓൺ ചെയ്തപ്പം തന്നെ അതൊക്കെ കണക്ട് ആയിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ റിസീവർ കണക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും നമ്മുടെ മൈക്രോഫോൺ. ഓക്കെ, ഇനി അതിന് മുന്നായിട്ട് തന്നെ ഇപ്പം നമ്മൾ ഈ കേബിളിന്റെ പ്രത്യേകത ഇതാണ്. ഇത് കണ്ടോ, ഈ കേബിളിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മൈക്രോഫോണിലും നമ്മൾ കണക്ക് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഇതിന്റെ പ്രയോജനം ഇതാണെന്ന്. ഇതേ രീതിയിൽ ഇങ്ങനെ നമ്മൾ 2 മൈക്രോഫോണിലും ഒരേ ടൈമിൽ തന്നെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുവിധം ഇതിനകത്ത് ഇതുവരെയായിട്ട് മൈക്രോഫോണിനകത്തൊന്നും ഇതേമാതിരിയുള്ള കേബിളൊന്നും വന്ന് ഞാൻ കണ്ടില്ല. എൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേബിൾ വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ കേസ് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ തന്നെയും അത് നമ്മൾ കണക്ക് തന്നെ നമ്മൾ ഈ കേബിൾ വെച്ച് നമുക്ക് ഇങ്ങനെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഇനി നമുക്ക് അപ്പോൾ ഈ മൈക്രോഫോണ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് റോഡ് വരെയുള്ള ദൂരം ഞാൻ ടെസ്റ്റ് ചെയ്യും. അതായത് എത്ര ദൂരം വരെ ഈ സൗണ്ട് കട്ടാവാതിരിക്കുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ്, അതായത് ഫുൾ വീഡിയോ എടുക്കുന്നവർക്ക് വേണ്ടി അത് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഈ മൈക്ക് ഉപകാരപ്പെടുമോ എന്നുള്ളത്, അതിനുവേണ്ടിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇവിടെ വരെ സൗണ്ട് കിട്ടുന്നുണ്ടോ എന്തോ എന്നുള്ളത് അറിയത്തില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഇവിടെ വരെയൊക്കെ കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു മൈക്രോഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും ദൂരമൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഫ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഒരു മൈക്കായിരിക്കും. അതായത് ഫ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു മൈക്കായിരിക്കും ഇത്, ഇത്രയും ദൂരമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിത് ഇവിടെ വരെയുള്ളതെന്ന് അപ്പോൾ ഇത്രയും ദൂരം വരെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വരെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എൻ്റെ സൗണ്ട് കട്ടാവാതെ വീഡിയോയിൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൈക്രോഫോൺ നല്ലൊരു മൈക്രോഫോൺ തന്നെയാണ്. അപ്പോൾ ഇത് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു മൈക്രോഫോൺ ആണെന്ന് നമുക്കിത് ചെക്ക് ചെയ്താലേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ, ഈ മൈക്രോഫോണിൻ്റെ ബോഡിയും കാര്യങ്ങളും ഇത് മൊത്തം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള, അല്ലാതെ തന്നെ കയ്യിലെടുക്കുമ്പോഴൊക്കെ നല്ല വെയിറ്റും നല്ല ഇതായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈക്രോഫോണാണ്.
കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ തരത്തിലും ഇത് കാണാൻ എല്ലാ തരത്തിലും നല്ല ഇതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം കേസ് നോക്കിക്കഴിഞ്ഞാൽ ഈ കേസ് അതും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസാണ് ഇത്. നല്ല ഉണക്ക് മാഗ്നറ്റ് പവർ ഒക്കെ ഉള്ള നല്ല മാഗ്നറ്റ് പവർ ഒക്കെ ഉള്ള നല്ലൊരു ഇതാണിത്. ഓക്കെ, ഇപ്പൊ അതിന്റെ ബാക്ക് സൈഡ് നോക്കി മൊത്തം ഫിനിഷിംഗ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മൈക്രോഫോൺ ആണിത്. ഓക്കെ, ഇനി ഇതിന്റെ കൂട്ടത്തിലൊരു ഇതേമാതിരി തന്നെ ഈ ലൈറ്റനിങ് അഡാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതുണക്ക് ഐഫോണിലൊക്കെ നമുക്ക് ഇതുണക്ക് ഇതിപ്പോ നമ്മുടെ മൊബൈലിന്റെ സി ടൈപ്പ് ആയതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇതിലൊക്കെ ഈ റിസീവർ ഇതേമാതിരി തന്നെ അഡാപ്റ്റർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ഐഫോണിലേക്ക് ഇതേമാതിരി തന്നെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിനു വേണ്ടിയുള്ള ഒരു ലൈറ്റനിങ് അഡാപ്റ്റർ ആണിത്. ഓക്കെ, ഇത് ഇതിന്റെ കൂട്ടത്തിൽ തന്നിട്ടുള്ള ഇതൊരു വലിയൊരു ഹെൽപ്പാണ്. ഒരുവിധം എല്ലാത്തിലും തന്നെ ഉണ്ട്, എന്നാലും നല്ല കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇത് ഇതിന്റെ കൂട്ടത്തിലുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൈക്രോഫോൺ ഇവിടെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ കണ്ടില്ലേ, ഈ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ റിസീവർ മൊബൈലിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്തോണ്ടേ ആ ബ്ലിങ്ക് ചെയ്യുന്ന അതങ്ങ് നിന്നു, അതായത് അത് കണക്ട് ആയെന്നുള്ളതാണ്. ഞാൻ ആദ്യമേ കാണിച്ച ആ രീതിയിലാണ് ശരിക്കും കണക്ട് ചെയ്യേണ്ടത്. അതായത് ആദ്യമേ റിസീവർ നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യണം, അതിനുശേഷമാണ് നമുക്ക് മൈക്രോഫോൺ എടുത്തിട്ട് ഓൺ ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെ ഇതിപ്പോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ അത് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അതായത് നോയിസ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും, രണ്ടാമത് ഒന്നുകൂടെ ടച്ച് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും, മൂന്നാമത് ഒന്നുകൂടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ 3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം 3 പ്രാവശ്യം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നോയിസ് ക്യാൻസലേഷൻ, അതായത് നമ്മളൊരു ഫാനൊക്കെ ഇട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരപ്പും കാര്യങ്ങളും ഒന്നും കൂടുതലായിട്ട് ഇത് ക്യാപ്ചർ ചെയ്യത്തില്ല. ഓക്കെ, അതിനുവേണ്ടിയാണ് അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കതിപ്പോൾ നോയിസ് ക്യാൻസലേഷൻ 1 സ്റ്റെപ്പ് വേണമെങ്കിൽ അങ്ങനെ, 2 സ്റ്റെപ്പ് വേണമെങ്കിൽ അങ്ങനെ, 3 സ്റ്റെപ്പ് വേണമെങ്കിൽ 3 സ്റ്റെപ്പ്, അതേ രീതിക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തേക്കാം. ഇതിന്റെ പേരിൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഗ്രനാരോ S13 Pro എന്നാണ്. നമ്മുടെ മൊബൈലിലൊക്കെ വരാറില്ലേ ഇത് കണക്ക് പ്രോ എ, പ്രോ പ്ലസ് ഇങ്ങനെയൊക്കെ പല രീതി വരാറില്ലേ, അതേമാതിരി തന്നെ ഇത് കമ്പനിക്കാർ ഇതേ രീതിയിൽ ഒരു ഇച്ചിരി നല്ല ഇതില് ഒരു വയർലെസ് മൈക്രോഫോൺ ഇറക്കിയതാണ്. ഓക്കെ, വിലക്കുറവാണ്, അതുകൊണ്ട് തന്നെ നല്ലതുമാണ്. ഓക്കെ, വിലക്കുറവില് അതായത് 2000-ന് താഴെയായിട്ടൊക്കെ വേറെ മൈക്രോഫോൺ കിട്ടുമെങ്കിൽ ഇത് 2300 രൂപ വിലയാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ പൈസ കൂടുതൽ മേടിച്ചെങ്കിലും അതിനകത്ത് ഓപ്ഷൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇത് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണിത്. പ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, പ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു മൈക്ക് നല്ല പ്രയോജനം ചെയ്യും. അതായത് ഇച്ചിരി ദൂരത്തിലൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് നല്ല അടിപൊളി മൈക്രോഫോൺ, അതായത് മൈക്രോഫോൺ നല്ല മൈക്രോഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഫ്ലിപ്കാർട്ടിൽ ഇത് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. 2300 രൂപയാണ് ഇതിന്റെ വില. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.